ഹലോ, ഇന്നത്തെ വീഡിയോ വന്നിട്ടേ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന പേര് പോലും അറിയാത്തൊരു പാവം ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് നമുക്കൊരു പാത്രം അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാമേ. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം കേട്ടോ. അതിലേക്ക് ഒരു 3 ഏലക്കയുടെ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 20 ഗ്രാം സേമിയയാണ്. സേമിയ വറുത്തൊന്നുമല്ല, നോർമലായിട്ടുള്ള സേമിയ അതുകൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാമേ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടിക്ക് പിടിക്കാതെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് 2 ഏത്തപ്പഴമാണ്. മീഡിയമായിട്ട് പഴുത്തിട്ടുള്ള 2 ഏത്തപ്പഴമാണ് എടുക്കുന്നത്. സേമിയ ഈ ഒരു പരുവത്തിൽ വെന്ത് നമുക്ക് മാറ്റി തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. ആ സമയത്ത് നമുക്കൊരു പാൻ എടുത്തിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാമേ. നെയ്യോ വെളിച്ചെണ്ണയായാലും കുഴപ്പമില്ല. അതിലേക്ക് തന്നെ ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ഏത്തപ്പഴം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാമേ. ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്താലും മതി. അതിനുശേഷം ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കും ഈ ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഓപ്ഷണലാണ്. പഞ്ചസാര കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് ചേർക്കാം കേട്ടോ. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഓരോ ബൈറ്റിലും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, അല്ലാതെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് രണ്ടും കൂടി അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുന്ന പറ്റി നമുക്കൊന്നുകൂടെ ഇതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഒന്ന് കുറച്ച് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതൊന്ന് തണുത്ത് കിട്ടണം. ഈ മിക്സ് തണുത്തതിന് ശേഷമാണ് നമുക്ക് ബാക്കി ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഈ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന സേമിയയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുത്തിട്ട് മാത്രമേ ചേർക്കാവൂ, ഇല്ലെന്നുണ്ടെങ്കിൽ മുട്ട ഇപ്പോഴേ വേവാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഈ സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഏത് സാധനം വേണമെങ്കിലും ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ വേണ്ടി ഇന്ന സാധനം ഒന്നുമില്ല, പേര് പോലും ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ നിങ്ങളിതിനൊരു പേരിടണം. കായ്പോള പോലെയൊക്കെ ഇരിക്കെങ്കിലും സേമിയ കായ്പോള ചേർക്കാറില്ലല്ലോ. അപ്പോൾ ഇതിനൊരു പേരും കൂടി ഇടണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ പാനിലേക്ക്. എന്നിട്ട് ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഈ മിക്സ് ഒഴിക്കുമ്പോഴത്തേക്കും പാൻ ഒരുപാട് അങ്ങ് ചൂടായി പോകാതെ നോക്കണം. അതിനുശേഷം നന്നായിട്ട് ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കണം. ഇനി ഇതിനകത്ത് മുട്ട മാത്രമേ വേവാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് നിരത്തി ലോ ഫയറിൽ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണേ, ഉണ്ടെങ്കിൽ മാത്രം മതി. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ 2 സൈഡും ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഒന്ന് ഇപ്പുറത്തെ സൈഡും കൂടെ കുക്ക് ചെയ്തെടുക്കണേ. അപ്പം ഞാനത് തിരിച്ചിടാൻ എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് ആണ് തിരിച്ചിടുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല അടിപൊളിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത് നല്ല സാധനങ്ങളൊക്കെ അല്ലേ ചേർന്നിരിക്കുന്നത്. ഏത്തപ്പഴം, മുട്ട, സേമിയ നല്ല ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ ഒന്ന് കഴിച്ച് നോക്കാം. പൊന്നു എൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ തന്നെ കഴിച്ച് നോക്കിയിട്ട് അങ്ങ് പറയാമെന്ന് വിചാരിച്ചു. എന്നാലും ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സംഭവം ആയതുകൊണ്ടേ അത് കൊള്ളാവോ കൊള്ളത്തില്ലയോ എന്നൊക്കെ വേറെ ആളെക്കായിട്ട് നല്ലത് ഞാൻ തന്നെ പറയുന്നതായിരിക്കുമല്ലോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറാണ്. നന്നായിട്ടുണ്ട് കഴിക്കാൻ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളിയാണ്. നമുക്ക് വലിയവർക്കൊക്കെ കഴിക്കാം കേട്ടോ. ഇനി ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ വേറെ ചേർത്ത് കൊടുക്കാം. ഒരു കുഴപ്പമില്ല. സേമിയ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കായ്പോളായിട്ട് തന്നെ കഴിക്കാം. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.